എന്റെ കൽബേ പാത്തുമ്മ പ്രായം അറിയാണ്ട് കണ്ണ് തുള്ളല്ലേ എന്താ കാര്യമെന്ന് പറയാൻ. നിങ്ങൾക്ക് നമ്മളോട് പെരുത്ത സ്നേഹം ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ നമ്മുടെ ഫോട്ടോ പേഴ്സിനകത്ത് വെച്ചോണ്ട് നടക്കണേ. എടി എന്തെങ്കിലും എടുങ്ങേറായിട്ടുള്ള പ്രശ്നങ്ങളിൽ പെട്ട് ആകെ ചുറ്റിത്തിരിഞ്ഞ് നട്ടം കറങ്ങി അലാക്കിന്റെ അവലിങ്ങഞ്ഞ് പരുവത്തിലിരിക്കുന്ന സമയത്ത് നിന്റെ ഈ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കുമ്പോ നമുക്കൊരാശ്വാസം കിട്ടും. അതല്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെടുമ്പോ ആണുങ്ങൾക്ക് ഭാര്യമാരുടെ ഫോട്ടോ നോക്കിയാൽ ഒരു ആശ്വാസം തന്നെയാ. അങ്ങനത്തെ ആശ്വാസം അല്ല മോളെ ഇത്. ഇതിലും വലിയ പ്രശ്നമല്ലല്ല അത് എന്നോർക്കുമ്പോഴുണ്ടാവുന്ന ഒരാശ്വാസം. അതുകൊണ്ടല്ലേ പുള്ളേ എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരുടെ ഫോട്ടം പേശിക്കൊണ്ട് നടക്കണത്. ഈ മനുഷ്യ നിങ്ങൾ നമ്മളെ ഇടങ്ങേറൊക്കെ പറയണല്ലേ? ഇല്ല, നിങ്ങൾക്ക് നമ്മളോട് സ്നേഹമുണ്ട്. നിങ്ങൾ ഓർക്കണ ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ കൊടുത്തിരുന്ന സാരി നിങ്ങൾ ഓർക്കണ? പിന്നെ തീവണ്ടിക്ക് തലവെക്കാൻ പോകുമ്പോ വന്നത് KK എക്സ്പ്രസ് ആണോ, മദ്രാസ് മെയിലാണോ, ജയന്തി ജനതയാണോ എന്നൊക്കെ ആരെങ്കിലും നോക്കുവാടി. വലിയ വർത്താനൊന്നും പറയണ്ട. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് നിങ്ങൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ടൂറിന് കൊണ്ടുപോയിട്ടുണ്ടോ? നിനക്കിപ്പോ ടൂറിന് പോകാഞ്ഞിട്ട് അല്ലെങ്കിൽ തന്നെ നിന്റെ ബന്ധുക്കാരോടൊരു വിരുന്നുകാരാന്നും പറഞ്ഞ് വന്നിരുന്ന് കുത്തിയിരുന്ന് നമ്മളെ മുടിപ്പിച്ചിട്ട് പോണല്ലേടി. എന്റെ ആങ്ങളുടെ മോൻ വരുമെന്ന് കമ്പി അടിച്ചായിരുന്നു. അവൻ ഈ പടി ചവിട്ടിട്ടുണ്ടെങ്കിൽ ആ കമ്പി എടുത്ത് അവന്റെ വിലക്കിട്ട് ഞാൻ അടിക്കും. ഈ വിരുന്നുകാരെ കൊണ്ട് വലിയ തൊല്ലായില്ല. അല്ലെങ്കിൽ എന്റെ ആരെങ്കിലും വരുമ്പോ നിങ്ങൾക്ക് പ്രാന്താ. എടി ആ ഹിമാറ് വന്ന് കേറി കഴിഞ്ഞാൽ ഭയങ്കര ചെലവാണ്. പണ്ടരടങ്ങാനായിട്ട് നാശപ്പെടുന്ന് പോവുകയില്ല. മാമാ പടച്ചോനെ അവന്റെ കാര്യം പറഞ്ഞ് നാക്ക് വളച്ചു കൂട്ടി അവറ്റേക്ക് ഇട്ടോളൂ. അപ്പോഴത്തേന് നീർക്കോലി എത്തി. മാമാ ഞാനെത്തി. അടിയന്റെ മോനെ മൂച്ചട്ട പാപ്പാറത്തല്ലിട്ട് ജയിലിൽ പോയോനെ മേലാളി കുടുംബത്തെ കേറിയാ നിന്നെ കൊല്ലും ഞാൻ. അയ്യല്ലേ മാമ കൊല്ലല്ലേ മാമ പറയണ കേട്ട് ഞാൻ നിന്നോളാം മാമ. പണ്ടത്തെ പോലെ ഞാൻ കാശും കൊണ്ടിവിടുന്നേ മുങ്ങൂല. വേണേ കുറച്ചു നേരം നിന്നിട്ട് പൊക്കട കുരുത്തം കെട്ടോന്നെ. അല്ല വിരുന്നു പാർക്കുവാൻ പരുങ്ങി നിൽക്കാതെ തിരിച്ചു പൊക്കോണം. ഓഹോ പോമഹയാ 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 പോന്ന് പോമഹയാ. പാത്തുമ്മ നീ പെട്ടെന്ന് വെള്ളം കൊടുക്കുക. അവന് പോയിട്ട് വേറെ കാര്യമുള്ളതാണ്. ഞാൻ പോകുന്നില്ല, എനിക്ക് ചായ കുടിക്കാതെ പോകാൻ പറ്റത്തില്ലല്ലോ. അത് ശരി. എന്നാ പാത്തുമ്മ പെട്ടെന്ന് ചായ എടുത്തു. അവന് പെട്ടെന്ന് പോകാനുള്ളായിരുന്നു. അങ്ങനെ പറയല്ലേ, പിന്നെ ഉച്ചക്ക് വെക്കുന്ന ചോറുകൂടി തിന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നു. ഇടങ്ങേറായില്ലേ പഠിച്ചോനെ. എന്നാ പാത്തുമ്മ പെട്ടെന്ന് ചോറുണ്ടാക്കുക. അവന് ചോറിണ്ടിട്ട് പോയിട്ട് വേറെ കാര്യമുണ്ടെന്ന്. എന്ന് പറഞ്ഞ വൈകുന്നേരം ഉണ്ടാക്കുന്ന ബിരിയാണി പിന്നെ ആര് തിന്നു? അല്ലാത്ത എന്നാ പെട്ടെന്ന് പോയിനെ വെട്ടിട്ട് ബിരിയാണി ഉണ്ടായി കൊടുക്കും. പാത്തുമ്മ അവന് പോണോന്ന്. അല്ല എനിക്കറിയാൻ മേലെ ചോദിക്കാൻ എന്നെ പറഞ്ഞു വിടാൻ മാമക്കന്നെ ഇത്ര ധൃതി. എടാ നിന്നെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല. അത് തന്നെ ഇവനിപ്പോ എന്ത് ചെയ്തെന്നെങ്കിലും പറയണേ. നിനക്ക് അറിയാൻ പാടില്ലായിട്ടാണ്. എടാ നീ അപ്പുറത്തെ വീട്ടിലെ റസിയോട് എന്തോ വേണ്ടാതിനം പറഞ്ഞിട്ട് നീ അവിടെ മാപ്പ് പറയാൻ ചെന്നായിരുന്നു. എടാ മാപ്പ് പറയാൻ ചെന്ന ഒരാളെ എന്തിനാണ് പിന്നെ അവരെ കൂടിയിട്ട് തല്ലിയത്? അത് പിന്നെ ഒരു അക്ഷരത്തെറ്റ് പറ്റിയതാ. എന്തിന്? കുട്ടി എന്നോട് പൊറുക്കണമെന്ന് പറഞ്ഞത് കുട്ടി എന്റെ കൂടെ പൊറുക്കണമെന്നായിപ്പോ എന്റെ മാമ. ഇതാണ് ഞാൻ പറഞ്ഞത് ഇവരെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ലെന്ന്. നീ കിട്ടുന്ന വണ്ടിക്ക് വിട്ടോ. നീയും കയറിപ്പോടിയകത്ത്. അയ്യടാ മാമ എനിക്ക് വാങ്ങിത്തരാന്ന് പറഞ്ഞ കവാസാക്കി ബൈക്ക് ഇട്ടാണ്ട് ഞാൻ ഇവിടുന്ന് പോവൂല്ല എന്റെ മാമ. പടച്ചോനെ ദേവൻ അടുത്ത ചിലവ്. നിനക്ക് എന്തിനാടാ ഇപ്പൊ കവാസാക്കി ബൈക്ക്? എടാ നിനക്ക് പടച്ചോൻ എന്തിനാടാ രണ്ട് കാല് വന്നേക്കണത്? ഒരു കാല് ബ്രേക്ക് ചവിട്ടാനും ഒരു കാല് ഗിയർ മാറാൻ. നീ ഇനി ബൈക്കിന്റെ കാര്യം ഇവിടെ മുണ്ടിപ്പോകരുത്. എടാ റസാക്ക് ഒരു കവാസാക്കി എടുത്തിട്ടുണ്ടായ പുകിൽ എന്തൊക്കെയാണെന്ന് നിനക്ക് അറിയാമോടാ? വെളിവില്ലാത്ത പീലാക്കി കിടക്കണുത്തായ രണ്ടാക്കി അലാക്കാക്കി വെടക്കാക്കി പ്രതാപിന്റെ കവാസാക്കി. അതൊക്കെ പോട്ടെ. നമ്മൾ വന്നപ്പോ ചോദിക്കണോന്ന് വിചാരിച്ചാണ്. എന്താണ് എന്റെ കരണത്തൊരു നീര്? അതൊരു ഉമ്മ തന്നതാ. ഒരു ഉമ്മ തന്നാ അങ്ങനെ നീര് വരുവോടാ? ആ ഉമ്മ അല്ല, പിന്നെ അപ്പുറത്തെ ഐഷയുടെ ഉമ്മ എന്റെ കർണത്തൊട്ടൊന്ന് തന്നതാ. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്നെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല. നീ എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോയിക്കൊള്ളണം. പോയിക്കോടാ. ഞാൻ പോവൂല. നീ പോവില്ല? മാമൻ എന്നെ തല്ലി കൊന്നാലും ഞാൻ പോവും. അപ്പൊ നീ പോവില്ല അല്ലേ? പോവൂല. എങ്കിൽ ഞാനും ഒരെണ്ണം തരും. എന്ത്? ഉമ്മ. എന്റെ ഉമ്മ. പടച്ചോനെ എന്താണ് പാത്തുമ്മ? എന്ത് പറ്റി? ആകെ ഇടങ്ങേറായി.
എന്താണ്? നമ്മുടെ മൂത്തുമ്മയുടെ മോളും കെട്ടിയോനും എല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നതാ ഇപ്പൊ ഫോൺ വന്ന്. ഓ ദേ പിന്നെ മഞ്ഞ വിരുന്നുകാരി, ഇതാകെ ഇടങ്ങേറാവൂല്ല. ഇനി ഈ ചെലവും കൂടി നമ്മൾ എങ്ങനെ താങ്ങൂടി പാത്തുമ്മ? ഇനി ഈ വീട്ടിൽ ഒരു സാധനം ഉണ്ടാവില്ല, ഒക്കെ അവറ്റകൾ തിന്നു തീർക്കും. ആ പാത്തുമ്മ, നമുക്കൊരു പണിയാടി. എന്താ മനുഷ്യനെ? നമുക്ക് 2 പേർക്കും ചിക്കൻ ബോക്സ് വന്നു. എപ്പോ? അതല്ലെന്ന്, നമുക്ക് 2 പേർക്കും ചിക്കൻ ബോക്സ് വന്നിട്ട് നമ്മൾ ഇന്ന് കുളിച്ചേ ഉള്ളു. ഈ വീട്ടിൽ ആരെങ്കിലും വന്നാൽ അവർക്കത് പകരും എന്ന് പറഞ്ഞ് നമ്മൾ അവരെ പേടിപ്പിക്കണം. മനസ്സിലായ? മനസ്സിലായി. നമുക്ക് 2 പേർക്കും ചിക്കൻ ബോക്സ് വന്നിട്ട് നമ്മൾ ഇന്ന് കുളിച്ചേ ഉള്ളു. 4 ദിവസത്തിനുള്ളിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് പകരും എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങോട്ട് പേടിപ്പിച്ചേക്കണം. അപ്പൊ അവര് തിരിച്ചു പൊക്കോളും. മനസ്സിലായ? മനസ്സിലായി. ഇങ്ങോട്ട് വരില്ലാട്ടോ, ആരും കേറി വരില്ലേ? ശരിയാ ഇങ്ങോട്ട് വരില്ലേട്ടാ. ചിക്കനായിരുന്നു, ചിക്കൻ. ചിക്കൻ ബിരിയാണി അതല്ലെന്ന്, ഞങ്ങൾക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് ഇന്ന് കുളിച്ചിട്ടുള്ളൂ. കുളിക്കണേന്റെ അന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പകരും. വേഗമൊക്കെ പൊയ്ക്കോളാൻ. വരല്ലേ പകരും. അതെന്താ? ചിക്കൻ ബോക്സ് വന്നിട്ട് വന്നിട്ട് ഞങ്ങൾ കുളിക്കണേ.